മക്കളെ, ഇതാ ദൈവത്തിൻ്റെ വചനം നിന്നെ തേടി വരികയാണ്. ദൈവത്തിൻ്റെ വചനം കൊണ്ട് എത്രയെത്ര ജീവിതങ്ങളാണ് വിശുദ്ധമായി തീർന്നത്. വചനം ഹൃദയങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും അഭിഷേകം ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ വചനം കേൾക്കുമ്പോൾ തന്നെ ഉത്കർഷമുണ്ടാകുന്നു എന്ന്. ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം അനേക മക്കൾക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ്. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? മക്കളെ, ദൈവമായ കർത്താവ് ഒരു മുന്നറിയിപ്പോട് കൂടിയിട്ടാണ് ഈ വചനം നമ്മുടെ മുമ്പിൽ എത്തുന്നത്. ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. ഹൃദയമാകുന്ന ഒരു ആലയമുണ്ട്, ശരീരമാകുന്ന ഒരു ആലയമുണ്ട്, കുടുംബമാകുന്ന ഒരു ആലയമുണ്ട്. ഈ 3 ആലയങ്ങളെ വിശുദ്ധമായി കാത്തുകൊള്ളുവാനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഹൃദയത്തിൽ യേശുവിന് നാഥനും രക്ഷകനുമായി സ്വീകരിക്കണം. ശരീരത്തിൽ നമ്മൾ വിശുദ്ധിയും മാന്യതയും കാത്തുപാലിക്കണം. കുടുംബങ്ങളിൽ പ്രാർത്ഥനയും പരിത്യാഗവും അഭ്യസിക്കണം. അപ്പോഴാണ് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറുന്നത്. നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, കുടുംബമാകുന്ന ആലയത്തെ നശിപ്പിച്ച് കളയുന്ന എല്ലാ കൂട്ടുകെട്ടുകളിൽ നിന്നും, എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും വിടുതൽ നേടാൻ എപ്പോഴും തയ്യാറുള്ളവരായിരിക്കണം ഓരോരുത്തരും. ഓരോ യുവാവും യുവതിയും, ഓരോ അപ്പനും അമ്മയും, ഓരോ പുരോഹിതനും സിസ്റ്ററും ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായി കാത്തു സൂക്ഷിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുന്ന ദൈവ സാന്നിധ്യങ്ങളുടെ വിളനിലമായിട്ട് നമ്മുടെ ശരീരം മാറട്ടെ. ഇന്നത്തെ വചനം അനേക മക്കൾക്ക് എത്തിച്ചേരുവാൻ ദൈവം നിന്നെ ഒരു ഉപകരണമാക്കി മാറ്റട്ടെ. അനേക മക്കൾക്ക് മാറ്റമുണ്ടാകാൻ, അനേക മക്കൾക്ക് സൂക്ഷ്മമുണ്ടാകുവാൻ ഈ വചനം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ നിന്റെ ഹൃദയത്തെ, നിന്റെ ശരീരത്തെ, കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നാം എല്ലാവരോടും, ഈ കൂട്ടായ്മയോടും, ഈ സ്നേഹ സംഗമത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.